കേരള ട്രഷറി കോഡിലെ സംബന്ധിച്ചുള്ള പരീക്ഷയ്ക്ക് ഡിപ്പാർട്ട്മെൻറ്റ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊരു ചോദ്യം, വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് വാലിഡിറ്റി ഓഫ് എ ചെക്ക് ഡ്രോൺ ഓൺ എ ട്രഷറി? വാട്ട് ഈസ് ദി പീരീഡ് ഓഫ് വാലിഡിറ്റി ഓഫ് എ ചെക്ക് ഡ്രോൺ ഓൺ എ ട്രഷറി? ഒരു ചെക്കിൻ്റെ പീരീഡ് ഓഫ് വാലിഡിറ്റി എത്ര നാളാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് വാലിഡിറ്റി ഓഫ് എ ചെക്ക് ഡ്രോൺ ഓൺ എ ട്രഷറി? 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. അടുത്തൊരു ചോദ്യം, ദ ട്രഷറി ഓഫീസേഴ്സ് receive their requirements of checkbooks for issue to authorized check drawing officials from dash. The treasury officers receive their requirements of checkbooks for issue to authorized check drawing officials. അധികാരപ്പെട്ട ചെക്ക് ഡ്രോയിങ് ഓഫീസർമാർക്ക് ഒഫീഷ്യൽസിന് നൽകാനുള്ള ചെക്ക് ബുക്കുകൾ ട്രഷറി ഓഫീസർക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ട്രഷറി ഓഫീസേഴ്സ് റിസീവ് ദെയർ റിക്വയർമെൻറ്റ്സ് ഓഫ് ചെക്ക് ബുക്സ് ഫോർ ഇഷ്യൂ ടു ഓതറൈസ്ഡ് ഡ്രോയിങ് ഓഫീഷ്യൽസ് ഫ്രം സൂപ്രണ്ട് ഓഫ് ഗവൺമെൻറ് പ്രസ്. ഗവൺമെൻറ് പ്രസ് സൂപ്രണ്ടിൽ നിന്നാണ് ഇത്തരം ചെക്ക് ബുക്കുകൾ ലഭിക്കുന്നത്. ഗവൺമെൻറ് പ്രസ് സൂപ്രണ്ടിൽ നിന്നാണ് ഇത്തരം ചെക്ക് ബുക്കുകൾ ലഭിക്കുന്നത്. അടുത്തൊരു ചോദ്യം, who is the authority empowered to renew a pension payment order in case the pensioner's half of PPQ is lost? Who is the authority empowered to renew a pension payment order? ഒരു പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ റിന്യൂ ചെയ്യാൻ അധികാരപ്പെട്ട അധികാരി ഏതാണ്? Who is the authority empowered to renew a pension payment order in case the pensioner's half of PPQ is lost? District Treasury Officer concerned. ബന്ധപ്പെട്ട ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർക്കാണ് പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ റിന്യൂ ചെയ്യാനുള്ള അധികാരം ഉള്ളത്. അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് preservation of records at a treasury relating to files of specimen signatures of drawing officers? What is the period of preservation of records at treasury relating to files of specimen signatures of drawing officers? ഡ്രോയിങ് ഓഫീസർമാരുടെ സ്പെസിഫിൻ സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ട ഫയലുകൾ എത്ര നാൾ ട്രഷറിയിൽ പ്രിസർവ് ചെയ്യണം, സൂക്ഷിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് പെർമനൻ്റായിട്ട് പ്രിസർവ് ചെയ്യണം എന്നാണ് പറയുന്നത്. പെർമനൻ്റായിട്ട് സൂക്ഷിക്കണം. അടുത്തൊരു ചോദ്യം, ത്രൂ വിച്ച് രജിസ്റ്റേഴ്സ് ട്രഷറി ഓഫീസേഴ്സ് വാച്ച് പ്രോംപ്റ്റ് റിക്കവറി ഓഫ് പേയ്മെൻറ്റ്സ് ഡിസലൗഡ് ബൈ AG? Through which registers treasury officers watch prompt recovery of payments disallowed by AG? AG disallow ചെയ്ത റിക്കവറി പേയ്മെൻറ്റ്സിൻ്റെ പ്രോംപ്റ്റ് ആയിട്ടുള്ള നിരീക്ഷണം ഏത് രജിസ്റ്റർ വഴിയാണ് ട്രഷറി ഓഫീസർമാർ നടത്തുന്നത്? രജിസ്റ്റർ ഓഫ് റിക്കവറീസ് എന്ന് പറയുന്ന രജിസ്റ്റർ മുഖാന്തരം. രജിസ്റ്റർ ഓഫ് റിക്കവറീസ് എന്ന രജിസ്റ്റർ മുഖാന്തരമാണ് റിക്കവറി ഡീറ്റെയിൽസ് ട്രഷറി ഓഫീസർ നിരീക്ഷിക്കുന്നത്. അടുത്തൊരു ചോദ്യം, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഓൺ പേഴ്സണൽ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ പേഴ്സണൽ ലെഡ്ജേഴ്സ് ഇൻ ഫോം ഡാഷ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഓൺ പേഴ്സണൽ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ പേഴ്സണൽ ലെഡ്ജേഴ്സ് ഇൻ ഫോം TA15. ഫോം TA15. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഓഫ് പേഴ്സണൽ ഡെപ്പോസിറ്റ് അക്കൗണ്ട്. പേഴ്സണൽ ഡെപ്പോസിറ്റ് അക്കൗണ്ടിൻ്റെ റെസിപ്റ്റ്സും പേയ്മെൻറ്റ്സും റെക്കോർഡ് ചെയ്യുന്നത് പേഴ്സണൽ ലെഡ്ജർ ഫോം TA15 ആണ്. TA15 അടുത്തൊരു ചോദ്യം, ഈസ് ദെയർ എനി ലിമിറ്റേഷൻ ആസ് ടു ഓപ്പണിംഗ് ഓഫ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ബൈ എ പേഴ്സൺ ഓൺ ട്രഷറീസ്? Is there any limitation as to opening of savings bank account by a person on treasuries? ട്രഷറികളിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ എന്തെങ്കിലും പരിമിതികളുണ്ടോ
യെസ്. നോ പേഴ്സൺ മേ ഓപ്പൺ മോർ ദാൻ വൺ അക്കൗണ്ട്. യെസ്, പരിമിതികളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. നോ പേഴ്സൺ മേ ഓപ്പൺ മോർ ദാൻ വൺ അക്കൗണ്ട്. ഒരു അക്കൗണ്ടിന് മുകളിൽ തുടങ്ങാൻ പാടില്ല. അടുത്തൊരു ചോദ്യം. ആസ് പെർ റൂൾസ് എ ഫ്രഷ് ട്രഷറി ബിൽ ബുക്ക് ഷാൽ ബി ബ്രോട്ട് ഇൻ ടു യൂസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ഡാഷ്. ആസ് പെർ റൂൾസ് എ ഫ്രഷ് ട്രഷറി ബിൽ ബുക്ക് ഷാൽ ബി ബ്രോട്ട് ഇൻ ടു യൂസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ഡാഷ്. നിയമപ്രകാരം ഒരു പുതിയ ട്രഷറി ബിൽ ബുക്ക് എന്നു മുതലാണ് നമ്മൾ ആരംഭിക്കേണ്ടത്, അതിൻ്റെ ഉപയോഗത്തിൽ വരുത്തേണ്ടത്? ഈച്ച് ഫൈനാൻഷ്യൽ ഇയറിൻ്റെ എൻ്ററിങ് ദ ഡീറ്റെയിൽസ് ഓഫ് ബിൽസ് ടു ബി എൻകാഷ്ഡ് ഫ്രം 1st April ഓൺവേർഡ്സ്. 1st April ഓൺവേർഡ്സ് വെച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈച്ച് ഫൈനാൻഷ്യൽ ഇയറാണ് അതിൻ്റെ ഉത്തരം. അടുത്തൊരു ചോദ്യം. ദ ചെസ്റ്റ് കെപ്റ്റ് ഇൻ ദ ട്രഷറി ഫോർ കീപ്പിംഗ് നോട്ട്സ് നോട്ട് ഇൻ സർക്കുലേഷൻ ആൻഡ് ബിലോങ്ങിങ് ടു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് നോൺ ആസ് ഡാഷ്. ദ ചെസ്റ്റ് കെപ്റ്റ് ഇൻ ദ ട്രഷറി ഫോർ കീപ്പിംഗ് നോട്ട്സ് നോട്ട് ഇൻ സർക്കുലേഷൻ. സർക്കുലേഷനിൽ പോകാത്ത നോട്ടുകൾ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് ഉള്ളതാണ്. അത്തരം നോട്ടുകൾ എവിടെയാണ്, ഏത് ചെസ്റ്റിലാണ് കീപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ചെസ്റ്റ് കെപ്റ്റ് ഇൻ ദ ട്രഷറി ഫോർ കീപ്പിംഗ് നോട്ട്സ് നോട്ട് ഇൻ സർക്കുലേഷൻ ആൻഡ് ബിലോങ്ങിങ് ടു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് നോൺ ആസ് കറൻസി ചെസ്റ്റ്. അതിനെ കറൻസി ചെസ്റ്റ് എന്നാണ്. ആ നോട്ടുകൾ സൂക്ഷിക്കുന്ന ചെസ്റ്റിനെ പറയുന്നത് കറൻസി ചെസ്റ്റ് എന്നാണ്. അടുത്തൊരു ചോദ്യം. വാട്ട് ഈസ് ദ പ്രൊസീജിയർ ടു ബി ഫോളോഡ് ഇഫ് എ കീ ഓഫ് എ ട്രഷറി പാഡ്ലോക്ക് ഈസ് ലോസ്റ്റ്. ഒരു ട്രഷറി പാഡ്ലോക്കിൻ്റെ കീ നഷ്ടപ്പെട്ടു പോയാൽ പാലിക്കേണ്ട നടപടികൾ എന്തെല്ലാം? വാട്ട് ഈസ് ദ പ്രൊസീജിയർ ടു ബി ഫോളോഡ് ഇഫ് എ കീ ഓഫ് എ ട്രഷറി പാഡ്ലോക്ക് ഈസ് ലോസ്റ്റ്. അത്തരം ഒരു സന്ദർഭത്തിൽ പാലിക്കേണ്ട നടപടികൾ ഏതാണെന്ന് വെച്ചാൽ, എ റിപ്പോർട്ട് ഷുഡ് ബി സെൻഡ് ടു ഡയറക്ടർ ഓഫ് ട്രഷറീസ്. ഡയറക്ടർ ഓഫ് ട്രഷറി ഡയറക്ടർക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ്. ദ പാഡ്ലോക്ക് ഷുഡ് ബി സെൻഡ് ടു എ ഗവൺമെൻറ് വർക്ക്ഷോപ്പ് ടു ഹാവ് ഇറ്റ്സ് ലിവർ ആൾട്ടേർഡ് ആൻഡ് ടു പ്രൊവൈഡ് എ ന്യൂ കീ ഫോർ ഇറ്റ്. ഒരു ഗവൺമെൻറ് അധീനതയിലുള്ള ഒരു വർക്ക്ഷോപ്പിലേക്ക് ആ പാഡ്ലോക്കിനെ മാറ്റുകയും അവിടെ വച്ച് അതിനൊരു പുതിയ കീ അതിൽ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക എന്നാണ് അതിൻ്റെ ഒരു നടപടിക്രമം. അതിനെ സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് ഡയറക്ടർ ഓഫ് ട്രഷറീസിന് നൽകേണ്ടതാണ്. അടുത്തൊരു ചോദ്യം. വാട്ട് ഈസ് ദ സ്റ്റിപ്പുലേറ്റഡ് പ്രൊസീജിയർ ഫോർ റീപേയ്മെൻറ്റ് ഓഫ് ആൻ ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ്, EMD എന്ന് പറയും. നമ്മൾ ടെൻഡറൊക്കെ വിളിക്കുമ്പോൾ നിരതദ്രവ്യം എന്ന് പറയുന്ന കാര്യം. വാട്ട് ഈസ് ദ സ്റ്റിപ്പുലേറ്റഡ് പ്രൊസീജിയർ ഫോർ റീപേയ്മെൻറ്റ് ഓഫ് ആൻ ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ് ക്രെഡിറ്റഡ് ടു റവന്യൂ ഡിപ്പോസിറ്റ് ബൈ എ ഡിപ്പാർട്ട്മെൻറ്റൽ ഓഫീസർ. റവന്യൂ ഡിപ്പോസിറ്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെട്ട ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റിനെ പറ്റിയാണ് പറയുന്നത്. അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്, അതിൻ്റെ ഒരു നടപടിക്രമം എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസർ in whose favor the amount was deposited shall endorse a repayment order on the receipt with the treasury issued while receiving the deposit. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസർ ഹൂസ് ഫേവർ ദ എമൗണ്ട് വാസ് ഡെപ്പോസിറ്റ്. ഈ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട ഓഫീസർ ആരാണോ ആ ഓഫീസർ ഒരു റീപേയ്മെൻറ്റ് ഓർഡർ എൻഡോസ് ചെയ്യണം. ഷാൽ എൻഡോസ് എ റീപേയ്മെൻറ്റ് ഓർഡർ ഓൺ ദ റെസിപ്റ്റ് വിത്ത് ദ ട്രഷറി ഇഷ്യൂഡ് വൈൽ റിസീവിങ് ദി ഡെപ്പോസിറ്റ്. ആ ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് ഈ ബന്ധപ്പെട്ട ആരുടെ പേരിലാണോ ഈ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടത് ആ ഉദ്യോഗസ്ഥൻ ആ റീപേയ്മെൻറ്റ് ഓർഡറിൽ എൻഡോസ് ചെയ്യണം എന്നാണ് അതിനെ സംബന്ധിച്ചുള്ള നിയമം പറയുന്നത്. അടുത്തൊരു ചോദ്യം. The register to accompany the bills drawn by various drawing and disbursing officers sent to Treasury for encashment is known as. The register to accompany the bills drawn by വ്യത്യസ്തരായ അല്ലെങ്കിൽ DDO മാർ നൽകുന്ന ബില്ലിനോടൊപ്പം ട്രഷറിയിൽ എൻകാഷ്മെൻറ്റ് ചെയ്യാൻ അയക്കുന്ന ആ രജിസ്റ്റർ ഏതാണ്? ട്രഷറി ബിൽ ബുക്കാണ് നമ്മൾ പ്രകാരം അയക്കുന്നത്. ട്രഷറി ബിൽ ബുക്ക്
the register to accompany the bills drawn by various drawing and disbursing officer, send it to treasury for encashment. എൻകാഷ്മെൻറ്റിന് വേണ്ടി ട്രഷറിയിൽ അയക്കുന്ന ബില്ലുകളോടൊപ്പം സമർപ്പിക്കുന്ന രജിസ്റ്റർ ട്രഷറി ബിൽ ബുക്കാണ് നമ്മൾ സമർപ്പിക്കുന്നത്. ട്രഷറി ബിൽ ബുക്കാണ് സമർപ്പിക്കുന്നത്. അടുത്തൊരു ചോദ്യം, ഡിപ്പോസിറ്റ് അക്കൗണ്ട്സ് ഹാൻഡിൽഡ് ബൈ ട്രഷറീസ് ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ്. ഡിപ്പോസിറ്റ് അക്കൗണ്ട്സ് ഹാൻഡിൽഡ് ബൈ ട്രഷറീസ് ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ്. ട്രഷറികൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പോസിറ്റ് അക്കൗണ്ട്സ് വ്യത്യസ്ത തരത്തിലുണ്ട്. അവ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും റവന്യൂ ഡിപ്പോസിറ്റ്സ്, പേഴ്സണൽ ഡിപ്പോസിറ്റ്സ്, ഡിപ്പോസിറ്റ്സ് ഓഫ് ലോക്കൽ ഫണ്ട്സ്, സിവിൽ ആൻഡ് ക്രിമിനൽ കോർട്ട് ഡിപ്പോസിറ്റ്സ്. റവന്യൂ ഡിപ്പോസിറ്റ്സ്, പേഴ്സണൽ ഡിപ്പോസിറ്റ്സ്, ഡിപ്പോസിറ്റ്സ് ഓഫ് ലോക്കൽ ഫണ്ട്സ്, സിവിൽ ആൻഡ് ക്രിമിനൽ കോർട്ട് ഡിപ്പോസിറ്റ്സ്. ഇത്രയുമാണ് ട്രഷറികൾ ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പോസിറ്റ് അക്കൗണ്ട്സ്. റവന്യൂ ഡിപ്പോസിറ്റ്സ്, പേഴ്സണൽ ഡിപ്പോസിറ്റ്സ്, ഡിപ്പോസിറ്റ്സ് ഓഫ് ലോക്കൽ ഫണ്ട്സ്, സിവിൽ ആൻഡ് ക്രിമിനൽ കോർട്ട് ഡിസ്പോസൽ. A certificate of safety is to be obtained for the strong room of every treasury from the authorized inspecting officer of the PWD dash. A certificate of safety is to be obtained for the strong room of every treasury from the authorized inspecting officer of the PWD. PWDയിലെ ഓതറൈസ് ചെയ്തിട്ടുള്ള ഇൻസ്പെക്ടിംഗ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ്, അവർ എല്ലാ ട്രഷറികളിലെയും സ്ട്രോങ് റൂം പരിശോധിച്ച് നൽകുന്ന സർട്ടിഫിക്കറ്റ് എപ്പോഴൊക്കെയാണ് നമ്മൾ ലഭ്യമാക്കേണ്ടത്? ആനുവലി ആണ് അത് ആ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കേണ്ടത്. എ സർട്ടിഫിക്കറ്റ് ഓഫ് സേഫ്റ്റി ഇസ് ടു ബി ഒബ്റ്റൈൻഡ് ഫോർ ദ സ്ട്രോങ് റൂം ഓഫ് എവറി ട്രഷറി ഫ്രം ദ ഓതറൈസ്ഡ് ഇൻസ്പെക്ടിംഗ് ഓഫീസർ ഓഫ് ദ PWD ആനുവലി. അത് വാർഷികമായാണ് അത്തരം ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ലഭ്യമാക്കേണ്ടത്. A bill or other document becomes a voucher when it is dash. ഒരു ബിൽ അല്ലെങ്കിൽ മറ്റൊരു രേഖ ഒരു വൗച്ചർ ആവുന്നത് എപ്പോഴാണ്? എ ബിൽ ഓർ അതർ ഡോക്യുമെൻ്റ് ബിക്കംസ് എ വൗച്ചർ വെൻ ഇറ്റ് ഈസ് റെസിപ്റ്റഡ് ആൻഡ് സ്റ്റാമ്പ്ഡ് പെയ്ഡ്. റെസിപ്റ്റഡ് ആൻഡ് സ്റ്റാമ്പ്ഡ് പെയ്ഡ് എന്ന് മുദ്ര കുത്തുമ്പോൾ, അത് സ്വീകരിക്കപ്പെട്ട് പെയ്ഡ് എന്ന സ്റ്റാമ്പ് എഫിക്സ് ചെയ്യുമ്പോഴാണ് അതൊരു വൗച്ചറായി മാറുന്നത്. എ ബിൽ ഓർ അതർ ഡോക്യുമെൻറ്റ് ബിക്കംസ് എ വൗച്ചർ വെൻ ഇറ്റ് ഈസ് റെസിപ്റ്റഡ് ആൻഡ് സ്റ്റാമ്പ്ഡ് പെയ്ഡ്. അടുത്തൊരു ചോദ്യം, ഹൂസ് കൺകറൻസ് ഈസ് റിക്വയർഡ് ബിഫോർ എ ട്രഷറി ഓഫീസർ പ്രൊസീഡ്സ് ടു arrange for actual destruction of various old records of his office on the expiry of the prescribed period as per rules. നിയമാനുസൃതം പഴയ റെക്കോർഡ്സുകൾ എക്സ്പയർ ചെയ്യേണ്ട പഴയ റെക്കോർഡ്സുകളുടെ ഡിസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടപടിക്രമം എടുക്കുന്നതിന് മുമ്പായിട്ട് ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ ആരുടെ കൺകറൻസാണ് തേടേണ്ടത് അല്ലെങ്കിൽ വാങ്ങേണ്ടത്? ഹൂസ് കൺകറൻസ് ഈസ് റിക്വയർഡ് ബിഫോർ എ ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ പ്രൊസീഡ്സ് ടു അറേഞ്ച് ഫോർ ആക്ച്വൽ ഡിസ്ട്രക്ഷൻ ഓഫ് വേരിയസ് ഓൾഡ് റെക്കോർഡ്സ് ഓഫ് ഹിസ് ഓഫീസ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ പഴയ റെക്കോർഡ്സുകൾ നശിപ്പിക്കുന്നതിനായിട്ട് ബന്ധപ്പെട്ട് അത് എക്സ്പയറി കഴിഞ്ഞതാണ്. എക്സ്പയറി ഓഫ് ദ പ്രിസ്ക്രൈബ്ഡ് പീരീഡ് ആസ് പെർ റൂൾസ്. നിയമപ്രകാരം എക്സ്പയറി ആയിട്ടുള്ള ഓൾഡ് റെക്കോർഡ്സ് നശിപ്പിക്കുന്നതിൻ്റെ നടപടിക്രമം സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ആരുടെ കൺകറൻസാണ് വേണ്ടത്? ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ ആരുടെ കൺകറൻസാണ് വാങ്ങേണ്ടതെന്ന് ചോദിച്ചാൽ അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ കൺകറൻസാണ് അക്കാര്യത്തിൽ അദ്ദേഹം വാങ്ങേണ്ടത്. ഈ ഓൾഡ് റെക്കോർഡ്സ് നശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ the columns in the treasury bill books to be filled up by the treasury officer while passing the bills presented by drawing officer. അപ്പോൾ ഡ്രോയിങ് ഓഫീസർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ബില്ലുകൾ പാസ്സാക്കുന്നതിന് മുമ്പായിട്ട് ട്രഷറി ഓഫീസർ ബിൽ ബുക്കിൻ്റെ ഏതെല്ലാം കോളങ്ങളാണ് അദ്ദേഹം ഫില്ലപ്പ് ചെയ്യേണ്ടത്? The columns in the treasury bill books to be filled up by the treasury officer. ട്രഷറി ഓഫീസർ ഫില്ലപ്പ് ചെയ്യേണ്ട ട്രഷറി ബിൽ ബുക്കിലെ കോളങ്ങൾ ഏതെല്ലാം? 7 മുതൽ 11 വരെ, 7 to 11, 7 മുതൽ 11 വരെയുള്ള കോളങ്ങളാണ് ട്രഷറി ഓഫീസർ ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പായിട്ട് ഫില്ലപ്പ് ചെയ്യേണ്ടത്. അടുത്തൊരു ചോദ്യം, വിച്ച് അതോറിറ്റി ഈസ് എൻട്രസ്റ്റഡ്
with the duty of certifying a room in the treasury suitable and fit to be used as treasury strong room. അപ്പോൾ ഒരു ട്രഷറി സ്ട്രോങ് റൂമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന റൂം ഏതാണെന്ന് സർട്ടിഫൈ ചെയ്യുന്നത് അതോറിറ്റി ആരാണ്, അല്ലെങ്കിൽ അങ്ങനെ അപ്രകാരം സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അധികാരപ്പെട്ട അധികാരി ആരാണെന്ന് ചോദിച്ചാൽ ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് than an executive engineer of PWD. An officer not below the rank than an executive engineer of PWD. Refund of court fee is claimed in Treasury Form TR 65. Refund of court fee is claimed in Treasury Form TR 65. A government servant who receives money on behalf of government shall issue receipt in the form dash. ഗവൺമെൻറ്റിന് വേണ്ടി പണം സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥൻ നൽകേണ്ട റെസിപ്റ്റ് ഏത് ഫോമിലായിരിക്കണം? TR 5, TR 5 റെസിപ്റ്റ് നൽകേണ്ടത്. എ ഗവൺമെൻറ് സെർവൻറ്റ് ഹു റിസീവ്സ് മണി ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെൻറ് ഷാൽ ഇഷ്യൂ റെസിപ്റ്റ് ഇൻ ദ ഫോം ഓഫ് TR 5. The Treasury Bill Book is in the form of TR 74. The Treasury Bill Book is in the form of TR 74. The Travelling Allowance Bill of non-gazetted employees are prepared in form TR 56. The Travelling Allowance Bill of non-gazetted employees are prepared in form TR 56. The claim for travelling allowance of a gazetted government servant shall be presented in form TR 47. The claim for travelling allowance of a gazetted government servant shall be presented in form TR 47.